ലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ. അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ച് പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ. അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം. ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാൽ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം. ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാൽ. ഹക്കാണേ കരഞ്ഞത് ഒരു ഇന്ത മരത്തിൻ തടിയാ. ആശിറഫുൽ ഹൽഖന്ന് കുത്തുബക്ക് ശരിയ തടിയാ. ഹക്കാണേ കരഞ്ഞത് ഒരു ഇന്ത മരത്തിൻ തടിയാ. ആശിറഫുൽ ഹൽഖന്ന് കുത്തുബക്ക് ശരിയ തടിയാ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ച് പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ. തൽസിതി അറിഞ്ഞ മഹദി ഫത്വ. കരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ. തൽസിതി അറിഞ്ഞ മഹദി ഫത്വ. കരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. വാക്കാണേ എനി മകനൊരു നെച്ച പ്രാണ് റസൂലേ. ആവിടുത്തേക്കൊരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. വാക്കാണേ എനി മകനൊരു നെച്ച പ്രാണ് റസൂലേ. ആവിടുത്തേക്കൊരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ച് പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി. കരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മൊഴുകി. പയനകൽ തടി പുറം തന്നിൽ പൂകി. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി. കരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മൊഴുകി. പയനകൽ തടി പുറം തന്നിൽ പൂകി. പൂകിയ സമയം തൊട്ടിന്ത മരം വിതുമ്പിടുന്നേ. മൂസമ്മീലോ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടിന്ത മരം വിതുമ്പിടുന്നേ. മൂസമ്മീലോ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ
പുറത്ത് നിന്ന് ഒരു കൊച്ച് പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, ഖൽബ് പിടഞ്ഞ് സഹാബും വഴങ്ങി, നെഹല പുണർന്ന് മാറിലൊതുങ്ങി. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, ഖൽബ് പിടഞ്ഞ് സഹാബും വഴങ്ങി, നെഹല പുണർന്ന് മാറിലൊതുങ്ങി. ശറഫുറ്റോർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വച്ചേ. ശറഫുറ്റോർ മരത്തിന്റെ തടിമാറിൽ അമർത്തി വച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ച് പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ച് പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നു.